എല്ലാവർക്കും സ്പൈസ് ഫിഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഒരു ഞൊടിയിടയിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ സമോസയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരിക്കലും ബേക്കറിയിൽ നിന്ന് സമോസ വാങ്ങില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. കാരണം ഞാൻ ഇതിൽ എങ്ങനെയാണ് ഇത് ഫോൾഡ് ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. എന്നിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സമോസയുടെ മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നെക്സ്റ്റ് ഇതിലേക്ക് ഓയിലാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓയിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മാവുമായിട്ട് കമ്പൈൻ ചെയ്തെടുക്കുക. ഓയിൽ എല്ലായിടത്തും നല്ലോണം മിക്സ് ആകണം. എന്നിട്ട് ഇതുപോലെ ഒരു ക്രംബ്ലി ടെക്സ്ചർ ആകണം. എന്നാലേ നമ്മളുടെ സമോസ നല്ല ക്രിസ്പി ആവുള്ളൂ. നിങ്ങൾ ഓയിൽ നല്ലോണം ചേർത്ത് ഇതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഷേപ്പ് ഫോം ചെയ്യുമ്പോഴത്തെ കൺസിസ്റ്റൻസി ആവണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരുപാട് തിക്ക് ആവാനും പാടില്ല, ഒരുപാട് സോഫ്റ്റ് ആവാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ ഇത് നമുക്ക് കുഴച്ചെടുക്കാം. നോക്കൂ, ഞാൻ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നിങ്ങൾക്ക് മൈദ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതേ സെയിം മൈദയുടെ എത്രയാണോ അളവ് എടുത്തിരിക്കുന്നത് അതേ സെയിം അളവിൽ ഗോതമ്പ് മാവ് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം 20 മിനിറ്റ്സിന്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് രണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സമൂസയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് വെജിറ്റബിൾസ് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. പൊട്ടറ്റോ ആഡ് ചെയ്യുന്നില്ല. അല്ലാത്ത വെജിറ്റബിൾസ് മാത്രമേ ഞാൻ ഇതിൻ്റെ ഫില്ലിങ്ങിൽ ആഡ് ചെയ്യുന്നുള്ളൂ. സവാള ഒരുപാട് വഴറ്റി ഗോൾഡൻ ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ആയാൽ മതി. അതിനകത്ത് നമുക്ക് നെക്സ്റ്റ് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വെജിറ്റബിൾസിൻ്റെ അളവ് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. എത്ര വേണോ അത്രയും ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഞാനിതിലേക്ക് ക്യാബേജാണ് ആഡ് ചെയ്യുന്നത്. ഇതൊരു ചെറിയ കപ്പ് ക്യാബേജാണ്. പിന്നെ നെക്സ്റ്റ് ക്യാപ്സിക്കം. ഇതെല്ലാം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും അളവ് മാറ്റം വരുത്താവുന്നതാണ്. ഇനി എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ചെറുതായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ, പിന്നെ മല്ലിപ്പൊടി, ഇതും 3/4 ടീസ്പൂൺ മതിയാകും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നെക്സ്റ്റ് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, ഇത് ഞാൻ 1 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാലകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ഗ്രീൻ പീസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇത് ഒരു ചെറിയ കപ്പാണ് ഞാൻ ഇത് എടുത്തു വെച്ചിരുന്നത്.
ഇത് ലാസ്റ്റിൽ ആഡ് ചെയ്താൽ മതി, ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല ഗ്രീൻ പീസ്, അതുകൊണ്ടാണ് ലാസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്, മസാലയെല്ലാം നല്ലോണം പിടിച്ചു. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. കണ്ടില്ലേ, നല്ല കളർഫുൾ അല്ലേ നമ്മുടെ ഫില്ലിംഗ് കാണാൻ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സമോസയുടെ ഷീറ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുഴച്ച് വെച്ച മാവ് വയ്ക്കുക. എന്നിട്ടിത് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇതുപോലെ നൈസായിട്ട് പരത്തിയെടുക്കുക ഈ ഒരു തിക്നെസ്സിൽ. ഇനി നമുക്കിത് റെക്ടാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന സമോസ ഷീറ്റ് പോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ 4 സൈഡിലുള്ള എക്സസ് ആയിട്ടുള്ള മാവ് എടുത്ത് മാറ്റുക. നമുക്കിത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ ഒരു സമോസയുടെ ഷീറ്റാണ്. ഇതുപോലെ ബാക്കി മാവിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തിരിക്കുന്നത്. കുഴച്ച് വെച്ച ഫുള്ള് മാവിൽ ഞാൻ ഇതുപോലെ ഷീറ്റ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ചുട്ടെടുക്കണം. ചുടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഷീറ്റ് വെച്ച് കൊടുക്കുക. ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ്സ് ചെയ്യും പോലെ തന്നെ ഇതിങ്ങനെ ചുട്ടെടുക്കുക. ഇത്രയും വെന്താൽ മതി, ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് 2 സൈഡ് ഇങ്ങനെ ടോസ് ഇട്ട് എടുക്കാം. ഇനി നമുക്ക് സമോസ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതുപോലെ ചുട്ടെടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് മൈദയും വെള്ളവും കൂടെ മിക്സ് ചെയ്തൊരു പേസ്റ്റാണ്. ഇത് നമുക്ക് സമോസ നന്നായിട്ട് സീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് എങ്ങനെയാണ് സമോസ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇനി സമോസ ഫോം ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഷീറ്റിൻ്റെ ഈ എൻഡിനെ ഇതുപോലെ ട്രയാങ്കിളായിട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് പിടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. അപ്പം നമുക്കിതുപോലെ സ്പേസ് കിട്ടും നമ്മുടെ ഫില്ലിങ് വെക്കാനായിട്ട്. നോക്കൂ, ഇതുപോലെ ആക്കിയെടുക്കുക ഫോൾഡ് ചെയ്തിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദയുടെ വെള്ളത്തിൻ്റെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ ബാക്കിയുള്ള പോർഷനിലും നല്ലോണം മൈദയുടെ മിക്സ് തേച്ചിട്ട് സീൽ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് സമോസ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ തന്നെ ബാക്കിയുള്ള സമോസ റെഡിയാക്കി എടുക്കാം. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ് സമോസ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം തന്നെ ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു എൻഡ് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലാക്കി എടുക്കുക.
എന്നിട്ട് ഇവിടെ കുറച്ച് മൈദയുടെ ആ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക. അപ്പം നമുക്കിങ്ങനെ ഒരു ലൂപ്പ് പോലെ കിട്ടും. ഇവിടെയാണ് നമ്മൾ മസാല ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിനകത്തേക്ക് തയ്യാറാക്കിയ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് വെച്ചതിന് ശേഷം പിന്നെയും മൈദയുടെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് തുറന്നു പോകും ഫ്രൈ ചെയ്യുമ്പം. എന്നിട്ട് പിന്നെ എക്സസ് ആയിട്ടുള്ള മാവിലും അതുപോലെ മൈദയുടെ ഫില്ലിംഗ് തേച്ചിട്ട് സമോസ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാ സമോസയും ഞാൻ ഫോൾഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായി ഒരു കടായിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സമോസ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. നോക്കൂ, നമ്മുടെ സമോസ നല്ല ക്രിസ്പിയും ഗോൾഡൻ ബ്രൗണും ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത്രയും ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം നമുക്കിത് വറുത്ത് കോരാം. എന്നിട്ട് ബാക്കിയുള്ള സമോസ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള വെജിറ്റബിൾ സമോസ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് തന്നെ കെച്ചപ്പിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. നോക്കൂ, നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ പെർഫെക്റ്റ് ടെക്സ്ചറാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.